പുതുക്കാട് നിയോജകമണ്ഡലം NDA സ്ഥാനാർത്ഥി പരമേശ്വരൻ എന്ന നാഗേഷ് പുലക്കാട്ടുകര ഹോളി ഫാമിലി സ്കൂളിൽ കുടുംബസമേതമെത്തി വോട്ട് രേഖപ്പെടുത്തി. വോട്ടർമാരിൽ കാണുന്ന ആവേശം ജനങ്ങൾ ഒരു മാറ്റം ആഗ്രഹിക്കുന്നു എന്നതിന്റെ തെളിവാണെന്ന് നാഗേഷ് പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ആവേശപൂർവ്വം പുരോഗമിക്കുകയാണ്. ജില്ലയിൽ എല്ലാ ബൂത്തുകളിലും വലിയ നിരയാണ് വോട്ടർമാരുടെ കാണാൻ കഴിയുന്നത്. വലിയ ആവേശമാണ് വോട്ടർമാർക്ക്. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് പുലക്കാട്ടുകര ഹോളി ഫാമിലി സ്കൂളിൽ നിന്ന് വോട്ട് ചെയ്ത് പുറത്തിറങ്ങിയ BJP പുതുക്കാട് നിയോജകമണ്ഡലം BJP സ്ഥാനാർത്ഥിയായിട്ടുള്ള നാഗേഷേട്ടനാണ് നമ്മോടൊപ്പമുള്ളത്. നാഗേഷേട്ട, വലിയ ആവേശമാണ് വോട്ടർമാർക്ക് കാണാൻ കഴിയുന്നത്. രാവിലെ മുതൽ തന്നെ എല്ലാ ബൂത്തുകളിലും വലിയ തിരക്കാണ്. ഇത് എന്തെങ്കിലും മാറ്റത്തിൻ്റെ സൂചനയാണോ? യാതൊരു സംശയമില്ല. ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ മാറാത്തത് മാറും, ഇതിൽ പുതുക്കാടും മാറും എന്നുള്ള രീതിയിലാണ് എല്ലാ സ്ഥലത്തും മികച്ച പോളിംഗ്. പ്രവർത്തകന്മാർ അകത്തും പുറത്തും ഫീൽഡിലും വളരെ സജീവമായി ആവേശപൂർവ്വമുണ്ട്. എന്തായാലും തൃശ്ശൂർ ജില്ലയിൽ മിന്നും വിജയം ഞാൻ കരസ്ഥമാക്കും. ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി പുതുക്കാട് വിജയിക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ഒരു ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ആവർത്തനം പുതുക്കാട് ഉണ്ടാകുമോ? തദ്ദേശ തെരഞ്ഞെടുപ്പിലുണ്ടായ മുന്നേറ്റം, ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിജയം, ഇതെല്ലാം പുതുക്കാട് ഒരു മുതൽക്കൂട്ടാകുമെന്നാണോ? തൃശ്ശൂർ ജില്ലയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങിയ നിയോജകമണ്ഡലം പുതുക്കാടാണ്. അതേപോലെ തന്നെ ഇത്തവണ ഏറ്റവും കൂടുതൽ വോട്ട് വാങ്ങി വിജയിക്കുന്ന മണ്ഡലവും പുതുക്കാടായി മാറും. നിയമസഭയിൽ മിന്നും വിജയം കരസ്ഥമാക്കുന്ന മണ്ഡലം പുതുക്കാടായിരിക്കും. ഏതായാലും വലിയ ആത്മവിശ്വാസത്തിലാണ് BJP സ്ഥാനാർത്ഥി നാഗേഷ്. ഏറെ നേരം വരി നിന്നാണ് ഇപ്പോൾ ഇവിടെ വോട്ട് ചെയ്യാൻ സാധിച്ചത്. സ്ഥാനാർത്ഥിക്കടക്കം വലിയ നിരയാണ് പോളിംഗ് ബൂത്തുകളിൽ കാണാൻ കഴിയുന്നത്. ഇത് വലിയ ഒരു മാറ്റത്തിൻ്റെ സൂചനയാണെന്നാണ് നാഗേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡ്രോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. പുതുക്കാട് മണ്ഡലത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും NDAക്കുണ്ടായ മുന്നേറ്റം ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കുമെന്ന് നാഗേഷ് ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു.